സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലുണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അതുമായി ഇന്നലത്തെ സിബിഐക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമെല്ലാം അതിലേക്ക് പോവുകയാണ്. സോളാർ പീഡന കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാകും. കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകനായ ഉമ്മൻചാണ്ടിയും പ്രധാന നേതാക്കളും ഉൾപ്പെട്ട കേസ് UDFനെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും. പരാതിക്കാരിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവിക നടപടി എന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ സർക്കാർ നീക്കത്തിലെ രാഷ്ട്രീയം ചർച്ചയാക്കി പ്രതിരോധിക്കുകയാണ് UDF. ഉമ്മൻചാണ്ടി UDFന്റെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി അധ്യക്ഷനായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് CBI അന്വേഷണം വരുന്നത്. 1/2 ഡസനോളം കോൺഗ്രസ് നേതാക്കളാണ് ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം നേരിടേണ്ടി വരിക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കൾ പീഡനക്കേസിൽ കുടുങ്ങിയത് UDFന് വൻ വെല്ലുവിളിയാണ്. ഇടതു സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനായിരുന്നു UDF തീരുമാനം. എന്നാൽ ഇനി സോളാർ പീഡന പരാതിയിലെ രാഷ്ട്രീയവും വിശദീകരിക്കേണ്ട സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ ഒരുങ്ങുന്ന പ്രധാന വ്യക്തി തന്നെ ലൈംഗിക പീഡന പരാതിയിൽ കുടുങ്ങുന്നത് പ്രതിസന്ധി വർദ്ധിപ്പിക്കും. എന്നാൽ പരാതിക്കാരിയും ഇടതുമുന്നണിയും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയാണ് അന്വേഷണത്തിന് വഴിവെച്ചതെന്ന നിലപാടിൽ ഉറച്ചാവും സർക്കാർ നീക്കത്തെ UDF പ്രതിരോധിക്കുക. സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം UDF പരമാവധി ചർച്ചയാക്കും. ഒരു കത്തിനെ ആധാരമാക്കിയാണ് ഈ വാദകോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടായത്. അത് ആ റിപ്പോർട്ടിൽ നിന്ന് മാറ്റി ഞാൻ ചോദിക്കട്ടെ, ആ വിധിയോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പീൽ പോയില്ല? കേസിൽ രാഷ്ട്രീയമില്ലെന്ന് LDF വ്യക്തമാക്കുമ്പോഴും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സോളാർ കേസ് ചർച്ചയാകുമെന്നതിലാണ് LDFന്റെ പ്രതീക്ഷ. പരാതിക്കാരിക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കുകയാണ് സർക്കാർ ചെയ്തതെന്നാണ് LDFന്റെ മറുപടി. ഗവൺമെന്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ പരാതിക്കാരി ഗവൺമെന്റിനെ സമീപിക്കുന്നു. സർക്കാർ നീക്കത്തിൽ രാഷ്ട്രീയം ആരോപിച്ചുള്ള കടുത്ത നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് വരും ദിവസങ്ങളിൽ നടത്തും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പ്രതിസന്ധിയിലാക്കിയ സോളാർ കേസ് തന്നെ മറ്റൊരു രൂപത്തിൽ വീണ്ടും എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയും KC വേണുഗോപാലും ഉമ്മൻചാണ്ടി എല്ലാം തന്നെ കോൺഗ്രസ് UDF നേതാക്കളെല്ലാം തന്നെ ആദ്യം പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം വിളിക്കുന്നു. തൊട്ടുപുറകെ എല്ലാ UDF നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടി ഒന്ന് പരിശോധിക്കാം. സോളാർ കേസിൽ ഏത് അന്വേഷണത്തിനും തയ്യാറെന്ന CBI പേടിയില്ല എന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. നടപടി LDF സർക്കാരിന് തന്നെ വിനയാകും. 5 വർഷം ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ CBI അന്വേഷണം ശുപാർശ ചെയ്തത് ജനം വിലയിരുത്തട്ടെ എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സോളാർ കേസിൽ പരിധി വിട്ടുള്ള കമ്മീഷന്റെ ഇടപെടലിനെതിരെയാണ് കോടതിയെ സമീപിച്ചത്. ആ നിലപാട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചു. എന്നിട്ടും അപ്പീൽ പോയില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും തുടർ നടപടി ഉണ്ടായില്ല. ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം ജാള്യത മറയ്ക്കാനാണെന്ന് ഉമ്മൻചാണ്ടി. 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ടും നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റ് അവരുടെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിയുമായിട്ടൊരു ചങ്ങാത്തം കൂടാനായിട്ടുള്ള തീരുമാനം. ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. ഇത് കേരളമാണ്. എല്ലാം ജനം വിലയിരുത്തട്ടെ എന്നും ഉമ്മൻചാണ്ടി. ഈ നടപടി ഗവൺമെന്റിന് തന്നെ വിനയായി തീരും, യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് കേരളമാണ്. ജോസ് കെ മാണിക്കെതിരെ നടപടിയില്ലാത്ത ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഈ കേസ് തന്നെ കെട്ടിച്ചമച്ച കേസാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാൾ കുറ്റക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനൊരിക്കലും പറയത്തില്ല. രാഷ്ട്രീയമായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപമൊന്നും ഞാൻ പറയത്തില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സോളാർ പീഡന കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വാർത്തയും. പ്രധാന നേതാക്കൾക്കെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ ഞെട്ടലാണെങ്കിലും സർക്കാർ നടപടിക്കെതിരെ കടുത്ത രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ഉറച്ച് UDF. പരാതിക്കാരിയും സർക്കാരും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു എന്ന് ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി പ്രചാരണ പരിപാടിക്കൊരുങ്ങുകയാണ് UDF നേതൃത്വം. നിർണായക പോരാട്ടത്തിന് തൊട്ടുമുമ്പായി എതിരാളിയുടെ കടക്കൽ വെട്ടുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് സർക്കാർ പ്രയോഗിച്ചതെന്നാണ് UDFന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ പുറത്തെടുത്ത ആയുധത്തെ അതേ നാണയത്തിൽ തന്നെ ചെറുക്കാനാണ് UDF ശ്രമം. 4.5 വർഷം അന്വേഷിച്ച കേസ് ഇപ്പോൾ മാത്രം CBIക്ക് വിട്ടതിന്റെ സാങ്കത്യമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. ഈ നടപടി ഗവൺമെന്റിന് തന്നെ വിനയായി തീരും, യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് കേരളമാണ്. യാതൊരുവിധ കഴമ്പുമില്ലാത്ത കുറേ വർത്തമാനങ്ങൾ അത്
വീണ്ടും എടുത്ത് CBIക്ക് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് CBI സീരിയസ് ആയിട്ട് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിയമത്തെ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിൽ നിൽക്കുകയായിരുന്നു, പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ സത്യസന്ധതയോടെ നിൽക്കുന്നതുകൊണ്ട് ഏത് അന്വേഷണവും വരട്ടെ എന്നുള്ള നിലപാടോട് നിൽക്കുകയായിരുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏത് അന്വേഷണവും വരട്ടെ, സത്യസന്ധമായിട്ട് മുന്നോട്ട് പോട്ടെ, ഒരു സംശയവുമില്ല, ഒരങ്കലാപ്പുമില്ല. പരാതിക്കാരിയും CPM-ഉം തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണം UDF നേരത്തെ തന്നെ ഉന്നയിക്കുന്നതാണ്. പുതിയ സാഹചര്യത്തിൽ ഈ ആരോപണം ഒന്നുകൂടി ശക്തിപ്പെടുത്തും. സംസ്ഥാന വ്യാപകമായി സർക്കാർ നീക്കത്തിനെതിരെ വലിയ പ്രചരണ പരിപാടികൾ നടത്താനാണ് തീരുമാനം. 31 മുതൽ ആരംഭിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്രയിലടക്കം ഈ വിഷയങ്ങളും സജീവ ചർച്ചയാക്കും. സർക്കാർ നീക്കത്തിൽ രാഷ്ട്രീയം ആരോപിച്ച് യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ന് തലസ്ഥാനത്തുള്ള പ്രധാന നേതാക്കൾ കൂടിയാലോചിച്ച് പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. സല്യൂട്ട് ന്യൂസ് 18 കേരളത്തിൽ. വീണ്ടും സോളാർ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. നേരത്തെ നമ്മൾ UDFന്റെയും LDFന്റെയും ഒരു ഭാഗം കണ്ടു. ഇനിയിപ്പോ BJP എങ്ങനെയാണ് ഇതിൽ പ്രതിരോധിക്കുക ഒരു ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അബ്ദുള്ളക്കുട്ടിക്കെതിരെ പരാതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഏതാണ് ഈ നമ്മൾ ഈ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ഈ ചൂട് ചേമ്പ് വിഴുങ്ങിയ അവസ്ഥയാണെന്നുണ്ട്, അല്ലെങ്കിൽ തൊണ്ടയിലിട്ടിരിക്കുന്ന അവസ്ഥയാണ്, വിഴുങ്ങണോ ഉപ്പണോ എന്നൊക്കെ അറിയാൻ പറ്റാത്ത. അപ്പം ഏതാണ്ട് അതേ ഒരു അവസ്ഥയിലാണ് BJP എന്നാണ്. ഏതായാലും അത് സംബന്ധിച്ച വാർത്തയിലേക്ക് പോവാം. സോളാർ ലൈംഗിക പീഡന പരാതിയിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയിൽ വെട്ടിലായി BJP നേതൃത്വവും. പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിക്കെതിരെയും അന്വേഷണം വരുന്നതോടെ സർക്കാർ തീരുമാനം തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിലാണ് BJP നേതൃത്വം. സോളാർ ലൈംഗിക പീഡന വിവാദങ്ങളിൽ ഇടതുമുന്നണിക്ക് പുറമെ സമരരംഗത്തുണ്ടായിരുന്നവരാണ് BJPയും. പരാതിക്കാരിയുടെ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് BJP UDFനും അന്നത്തെ സർക്കാരിനുമെതിരെ സമരം നടത്തി. ലൈംഗിക പീഡന പരാതി ആദ്യമുയരുന്നത് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന AP അബ്ദുള്ളക്കുട്ടിക്കെതിരെയാണ്. പീഡന പരാതിയിൽ ഇപ്പോൾ CBI അന്വേഷണം വരുമ്പോൾ അബ്ദുള്ളക്കുട്ടി BJP ക്യാമ്പിലാണ് എന്നതാണ് ശ്രദ്ധേയം. പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണം നടക്കുന്നത് തള്ളാനും കൊള്ളാനുമാവാത്ത സാഹചര്യത്തിലാണ് BJP നേതൃത്വം. ദേശീയ രാഷ്ട്രീയത്തിലടക്കം വിഷയം ചർച്ചയാകുമെന്നതിനാൽ കരുതലോടെയാണ് BJP നേതാക്കളുടെ പ്രതികരണം. സോളാർ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ UDFുമായി ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് ജനമധ്യത്തിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഈ അധികാരം വിട്ടൊഴിയുന്ന ഈ അവസാനത്തെ നാളിൽ കേസന്വേഷണം CBIക്ക് കൈമാറിയത്. വിവിധ കേസുകളിൽ CBI എതിർത്തിരുന്ന സംസ്ഥാന സർക്കാർ സോളാർ കേസിൽ CBI ആശ്രയിക്കുന്നതിന്റെ വിരോധാഭാസം ചർച്ചയാക്കിയാണ് BJPയുടെ പ്രതിരോധം. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും വരും മണിക്കൂറിൽ ഇതിന്റെ കൂടുതൽ പ്രതികരണങ്ങളെല്ലാം രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായേക്കും. അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അനു, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞുവെന്ന് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ട് നടത്തിയ നീക്കത്തിന് സമാനമായി ഇപ്പോൾ പഴകി ദ്രവിച്ച ആരോപണം എന്ന് UDF വിശേഷിപ്പിക്കുന്ന സോളാർ കേസ് CBIക്ക് വിട്ടിരിക്കുന്നു എന്നാണ് UDFന്റെ തന്നെ പരാതി. ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്ന് UDF ആരോപിക്കുന്നു. രാഷ്ട്രീയമില്ല, പരാതിക്കാരിക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് LDF പറയുമ്പോൾ BJP നേരത്തെ പറഞ്ഞതുപോലെ UDFന്റെയും LDFന്റെയും രഹസ്യധാരണയാണ് ഇപ്പോഴിത് വലിച്ചു പുറത്തിട്ടത് എന്ന മറ്റുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് സോളാറുമായി ബന്ധപ്പെട്ട് ഈ സോളാർ പീഡന കേസ് CBIയുമായി വിട്ടതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ? ലലു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 2013 ആരംഭിച്ച അല്ലെങ്കിൽ 2013 ജൂൺ 3-ാം തീയതി സരിത എന്ന ടീം സോളാറിലെ നിക്ഷേപകയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ സോളാർ കേസ് എന്ന വലിയ വിവാദമായ ഒരു കേസിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇപ്പോൾ
8 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും സോളാർ കേസ് സജീവമാവുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനം നേരത്തെ സജിത്തിന്റെ പാക്കേജിൽ പറഞ്ഞതുപോലെ ലല്ലു സൂചിപ്പിച്ചതുപോലെ BJPയുടെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് അബ്ദുള്ളക്കുട്ടി BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അതേസമയം മറ്റു പ്രമുഖ നേതാക്കൾ, അതായത് ഉമ്മൻചാണ്ടി കുറെ നാളിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങിയെത്താനുള്ള തീരുമാനം വരുന്നു. അദ്ദേഹം മടങ്ങിയെത്തുമ്പോഴാണ് അദ്ദേഹം പ്രതിയായിട്ടുള്ള ഒരു കേസിൽ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. മാത്രമല്ല KSU അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ ഈ പ്രതിപട്ടികയിലുണ്ട്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അവർ നീങ്ങുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ സർക്കാർ തീരുമാനം വന്നത് മുതൽ തന്നെ വലിയ ഒരു പ്രത്യാക്രമണവുമായി പ്രതിപക്ഷം രംഗത്തുണ്ട്. ഇത് സോളാർ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന, ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണെന്ന ഒരു ആക്രമണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇത് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂല സാഹചര്യം ഉണ്ടാക്കും ഈ തീരുമാനം എന്നുപോലും UDF നേതാക്കൾ അല്ലെങ്കിൽ UDF കേന്ദ്രങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് രാഷ്ട്രീയ നീക്കമായി മാത്രമാണ് അവർ ഇതിനെ കാണുന്നതും ജനങ്ങളിലേക്ക് അങ്ങനെ എത്തിക്കാനാകുമെന്നും അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ സർക്കാർ പറയുന്നത് ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ് സർക്കാർ വിശദീകരിക്കുന്നു. ലല്ലു, ഏതായിരുന്നാലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രത്യക്ഷ സമരങ്ങൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒട്ടാകെ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും അത്തരം സമരങ്ങൾ ഇന്നും ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏതായാലും സംസ്ഥാന സർക്കാർ CBI അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നു. ഇനി CBI ഈ കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്ന് പറയേണ്ടി വരും. കാരണം CBI കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. UDF ആരോപിക്കുന്നത് പോലെ പഴകി ദ്രവിച്ച ഒരു ആരോപണം കഴിഞ്ഞ 5 വർഷക്കാലം അനങ്ങാതിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു. BJPയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ദേശീയ വൈസ് പ്രസിഡന്റിനെതിരെ കൂടി അന്വേഷണമുണ്ട് എന്നുള്ളൊരു സവിശേഷമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. CBI കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഉയരാൻ പോകുന്ന ഒരു ആരോപണം, ഇതുമായി ബന്ധപ്പെട്ട് UDF BJP ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് CBI ഏറ്റെടുക്കാത്തത് എന്ന ആരോപണം സ്വാഭാവികമായും ഭരണപക്ഷം ഇവിടെ ഉയർത്തുകയും ചെയ്യും. അത്തരത്തിൽ പല സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഇന്നലെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടു. ഇന്ന് അത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾക്ക് തലസ്ഥാനത്ത് സാധ്യതയുണ്ടോ? കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഔദ്യോഗികമായി അത്തരം വാർത്തകളോ അല്ലെങ്കിൽ അത്തരം സ്ഥിരീകരണം ഔദ്യോഗികമായി ലഭിക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ഇന്നും മുഖ്യമന്ത്രിക്ക് നേരെയുള്ള അല്ലെങ്കിൽ അത്തരം പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നല്ല സൂചിപ്പിച്ചതുപോലെ ഈ സോളാറുമായി ബന്ധപ്പെട്ട് ഏത് നീക്കവും ഇനി വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. കേസ് ഏറ്റെടുത്താൽ അത് CPM BJP കൂട്ടുകെട്ട് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള BJPയുടെ വലിയ മുദ്രാവാക്യത്തിന് അനുകൂലമായി CP നിൽക്കുന്നു എന്ന ആരോപണം ഉയരും. കേസ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് BJP കോൺഗ്രസ് എന്ന കൂട്ടുകെട്ടിലേക്ക് എന്ന ആരോപണത്തിലേക്ക് വരും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു നീക്കവും ഇനി വലിയ രാഷ്ട്രീയ ചർച്ച തന്നെയാകും. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയവുമായി സോളാർ കേസ് വീണ്ടും ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ലല്ലു, തീർച്ചയായും രജനി, ഏതായാലും കേരള രാഷ്ട്രീയം വീണ്ടും സോളാറിന് ചുറ്റും കറങ്ങുന്ന സവിശേഷമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തൽക്കാലത്തെങ്കിലും മാറി നിൽക്കുകയായിരുന്നു സോളാർ വിവാദം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മറ്റു പല വിഷയങ്ങളും കൈകാര്യം ചെയ്തു. ഭരണപക്ഷം വികസനം എന്നുള്ള മുൻനിർത്തിയാണ് പ്രചരണം നടത്തുന്നത്. അവർ വിജയിക്കുകയും ചെയ്തു. അതെ, അവരതിൽ വിജയിക്കും. പക്ഷേ വീണ്ടും എല്ലാം കറങ്ങിത്തിരിഞ്ഞ് സോളാറിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ചുരുക്കം ചില മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവിന്റെ ഐശ്വര്യ കേരള യാത്ര തുടങ്ങാനിരിക്കുന്നു. സ്വാഭാവികമായും സോളാറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾക്ക്, പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മറുപടി പറഞ്ഞ് പ്രതിരോധിക്കുന്ന ഒരു നിലയിലേക്ക് ആ യാത്രയും മാറും എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ സോളാർ തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. മറ്റൊന്ന്, ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് വിട്ടത് അത് ചോദ്യം ചെയ്ത് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്.
എന്തായാലും അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. CBI അന്വേഷണത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് ഉടൻ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാരോ ലൈഫ് മിഷനോ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ല. അതിനാൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചുവെന്ന ആരോപണം നിലനിൽക്കില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട കോഴി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഹർജിയിൽ വാദിക്കുന്നു. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹർജി പരിഗണിക്കും. പാലാ സീറ്റിലെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ വലത്തോട്ട് പോകുമ്പോൾ ശശീന്ദ്രൻ ഇടത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ പിളരാനുള്ള ആരോഗ്യം കേരളത്തിലെ സംബന്ധിച്ച് ഉണ്ടോ എന്നുള്ള രാഷ്ട്രീയ ചർച്ചയും ഇതിനിടെ കൂടെ സൈഡിൽ നോക്കണം. ഏതായാലും മുന്നണി മാറ്റ ചർച്ചകൾക്കായിട്ട് NCP നേതാവ് മാണി സി കാപ്പൻ ഇന്ന് ശരത് പവാറുമായി ചർച്ച നടത്തി. പാലാ സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ LDF വിടണമെന്ന് കാപ്പൻ നിലപാടറിയിക്കും. പവാർ എതിർത്താലും മുന്നണി വീണാനാണ് സാധ്യത. പാലായിൽ മത്സരിക്കുമെന്ന് കാപ്പൻ ആവർത്തിച്ചിരുന്നു. ശരത് പവാർ അനുമതി നൽകിയില്ല എങ്കിൽ NCPയിൽ പിളർപ്പ് ഉറപ്പാകും. AK ശശീന്ദ്രൻ LDFൽ തുടരും. ശ്രീജിത്താണ് വിവരങ്ങൾ ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, നമ്മൾ ഈ പറഞ്ഞ പോലെ പിളർപ്പിനുള്ള ആരോഗ്യം NCPക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം. ഏതായാലും ശരത് പവാർ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഈ കേരളത്തിലെ NCPയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ നിലപാട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി മാണി സി കാപ്പൻ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ NCP മുന്നണി വിടാൻ ശരത് പവാർ തീരുമാനിച്ചാൽ അത്രയും സന്തോഷമെന്ന് കാപ്പൻ. ഇല്ലെങ്കിൽ കാപ്പൻ ഒറ്റയ്ക്ക് NCPയിലേക്ക് പോകും, UDFലേക്ക് പോകും, ഒറ്റ പാർട്ടിയായി കാപ്പൻ പോകുമെന്നാണ്. ശശീന്ദ്രനാകട്ടെ യാതൊരു കാരണവശാലും LDF വിടാനുള്ള സാഹചര്യമില്ല എന്ന നിലപാടിൽ തുടരുകയാണ്. എന്താണ് മാണി സി കാപ്പൻ്റെ പ്രതീക്ഷ? ശരത് പവാർ ഈ കേരളത്തിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം വരില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്താണ് മാണി സി കാപ്പനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്? രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഡൽഹിയിൽ നിന്നൊരു തിരിച്ചുവരവുള്ളോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം മുഖ്യമന്ത്രി വിളിച്ച് പല ചർച്ചകൾ നടത്തുന്നു, പക്ഷെ ഇതിലൊന്നും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ഇതൊരു അവസാന ഘട്ടം വരെ വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. UDFും സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനിടെ ഇത് തീരുമാനം വൈകിയാൽ അത് തന്നെ വ്യക്തിപരമായി ബാധിക്കുമെന്ന് കാപ്പൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കാപ്പൻ ശരത് പവാർ 23-ന് കേരളത്തിൽ വരാനിരുന്നതാണ്, പക്ഷെ വന്നില്ല. അതുകൊണ്ട് കാപ്പൻ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. രണ്ടിലൊന്നും അറിയണമെന്ന നിലപാട് തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് ഒരു അനുനയ ശ്രമം ശരത് പവാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അതിനുശേഷം ഒരുപക്ഷെ NCP ഒറ്റ പാർട്ടിയായി പോകാൻ വേണ്ടി പ്രഫുൽ പട്ടേലിനെ പോലുള്ള നേതാക്കൾ ഒരുപക്ഷെ കേരളത്തിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. പവാർ ഇനിയും കേരളത്തിൽ വരാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെ വന്നൊരു ചർച്ച ഉണ്ടായാൽ പോലും ഇത് രണ്ടായി പിളരും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ശശീന്ദ്രനെ സംബന്ധിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുകയും അവിടെ നിന്ന് മത്സരിക്കുകയും എന്നുള്ളത് ശശീന്ദ്രന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ച് ഇടതുപക്ഷത്ത് സീറ്റില്ല എന്നുള്ളത് പ്രതിസന്ധിയാണ്. അതുകൊണ്ട് UDFൽ എത്തിയാൽ മാത്രമേ സീറ്റുള്ളൂ. മാത്രമല്ല കാപ്പൻ ഒരു ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായി നിന്നുപോലും പലതവണ ആവർത്തിച്ച് പറയുകയാണ് താൻ പാലായിൽ നിന്ന് മത്സരിക്കുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പിളർപ്പ് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകില്ല. പിളർപ്പ് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഏറ്റവും അവസാനവട്ട ചർച്ചയ്ക്കാണ് കാപ്പൻ പോയിട്ടുള്ളത്. എന്തായാലും പീതാംബരം മാസ്റ്റർ പോലുള്ള ചില നേതാക്കളും കാപ്പനൊപ്പം ഇതേ നിലപാടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകൾ കൂടിക്കാഴ്ചകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും NCPയിൽ എങ്ങനെയൊക്കെയാണ് കൂറുമാറ്റം, മറുകണ്ഠം ചാടലൊക്കെ എങ്ങനെയാണ് എന്ന് അറിയുക. എന്തായാലും ഏതാണ്ട് വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. NCPയിലെ തർക്കം ഒരു ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇന്ന് ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൽ കാപ്പൻ പവാറിന്റെ അനുഗ്രഹത്തോടെ കൂടിയാണോ UDFലേക്ക് പോവുക, അതോ പവാറിനെ തള്ളി തന്നെ UDFൽ എത്തുമോ എന്നുള്ളത് അറിയുക. എന്തായാലും കാപ്പൻ പറയുന്നത് വളരെ കാലമായി ബന്ധമുള്ള നേതാവാണ് ശരത് പവാർ. അദ്ദേഹം കൈവിടില്ല എന്ന നിലപാടാണ് കാപ്പന്റെ മനസ്സിൽ ഉള്ളത്. എന്തായാലും തീർച്ചയായും ഇന്നത്തെ ദിവസം NCP രാഷ്ട്രീയത്തിൽ പ്രധാനമാണ്. നീക്കങ്ങളൊക്കെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. പക്ഷെ ക്ലൈമാക്സ് ഇനിയിപ്പം ഇന്നുണ്ടാകുമോ, ഇനി വരും ദിവസങ്ങളിലേക്കാണെന്നുള്ള കാര്യത്തിൽ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഏതായാലും കാപ്പൻ പോകുന്നത് ഡൽഹിയിലേക്കല്ല, ബോംബെയിലേക്കാണെന്നുള്ളത്, മുംബൈയിലേക്കാണ്. കാരണം ശരത് പവാറോടാണല്ലോ. ഏതായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. നേരത്തെ ജനങ്ങളെല്ലാം കൃത്യമായി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വാക്സിൻ വന്നതോടുകൂടി ഇനി കുറച്ച് ഉഴപ്പാമെന്ന രീതിയിലേക്ക് എല്ലാം കാര്യങ്ങൾ മാറുകയാണ്. ഇനി കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാക്സിൻ നോക്കിക്കോളും എന്നുള്ള മട്ടിലേക്ക് ആളുകൾ മാറുമെന്ന് സംശയമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം നിയന്ത്രണാതീതമായി ഉയരുകയാണ്.
പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും ആകെ രോഗികളുടെ എണ്ണത്തിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളം. 1.5 മാസത്തിന് ശേഷം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12-ന് മുകളിൽ എത്തി. മരണനിരക്ക് ഉയരാതെ പിടിച്ചു നിർത്താനാകുന്നു എന്നതാണ് കേരളത്തിൻ്റെ ഏക ആശ്വാസം. ഇന്നലെ സംസ്ഥാനത്ത് 6036 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 12.48 ആയിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ഡിസംബർ 12-നായിരുന്നു ഇതിനു മുൻപ് ടെസ്റ്റ് പോസിറ്റിവിറ്റി 12-ന് മുകളിലെത്തിയത്. 72,891 പേർ കോവിഡ് ബാധിതരായി ചികിത്സയിലുണ്ട്. ദിവസവും കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണവും കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളവരുടെ എണ്ണവും രാജ്യത്ത് കേരളത്തിൽ തന്നെയാണ് കൂടുതൽ. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ. 10,894 പേർ എറണാകുളത്ത് കോവിഡ് ബാധിതരായി ചികിത്സയിലുണ്ട്. കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിലും രോഗികളുടെ എണ്ണം കൂടുതലാണ്. 3607 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിതരായി ഇതുവരെ മരിച്ചത്. മരണനിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നിയന്ത്രിക്കാനായി എന്നാണ് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. നാളെ റിപ്പബ്ലിക് ദിനമാണ്. രാജ്യം കനത്ത സുരക്ഷയിൽ 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ആഘോഷം നടക്കുക. സൈനിക പരേഡിന്റെ ദൂരവും സമയവും കുറച്ചിട്ടുണ്ട്. 40,000-ൽ താഴെ കാണികൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നമുക്കതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയിലേക്കാണ് അല്ലേ. ദിവസങ്ങൾ നീളുന്ന പരിശീലനത്തിനും തയ്യാറെടുപ്പുകൾക്കും ശേഷമാണ് കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശനത്തിന് എത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലൂടെയും മന്ത്രാലയങ്ങളുടെയും 17 നിശ്ചല ദൃശ്യങ്ങളാണ് രാജ്പഥിൽ അണിനിരക്കുന്നത്. ഡൽഹി കണ്ടോൺമെന്റിലെ RR ക്യാമ്പിലാണ് തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്പഥിലൂടെ ഒഴുകി നീങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഒരുങ്ങുന്നത് ഇവിടെയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള രാഷ്ട്രീയ രംഗശാല ക്യാമ്പിൽ. ആ ക്യാമ്പിനുള്ളിലെ കാഴ്ചകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിശ്ചല ദൃശ്യത്തോടൊപ്പം അണിനിരക്കുന്ന കലാകാരന്മാർ തയ്യാറെടുപ്പിലും പരിശീലനത്തിലുമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അരങ്ങിൽ എത്തുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള കലാകാരന്മാരാണ് ഈ താളമേളങ്ങൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. പാന്തരി എന്ന കലാരൂപമാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇവർ അവതരിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് എത്തുമ്പോൾ കേദാർനാഥിലെ കലാകാരന്മാർ ഓങ്കാര നൃത്തത്തിനുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചെത്തുമ്പോഴാണ് RR ക്യാമ്പിൽ നിന്നും ആ ശബ്ദം ഉയർന്നു കേട്ടത്. സംശയിക്കേണ്ട, നമ്മുടെ കേരളം തന്നെ. വാദ്യ കലാകാരന്മാർ കൊട്ടിക്കയറുകയാണ്. ഞങ്ങൾ മൊത്തം ഇത്തവണ കേരള ടീമിൽ 12 കലാകാരന്മാരാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത്. 6 കലാകാരന്മാർ വാദ്യ കലാകാരന്മാരും ബാക്കിയുള്ള ആളുകൾ തെയ്യം കലാകാരന്മാരാണ്. അങ്ങനെ നമ്മൾ കലാകാരന്മാരുടെ ഒരുക്കങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിശ്ചല ദൃശ്യങ്ങളിലേക്കാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന CRPFന്റെ നിശ്ചല ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം.
ത്രിപുരയിൽ നിന്നുള്ള ഈ നിശ്ചല ദൃശ്യം പൂർണ്ണമായും മുളയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കർഷക സമരം. ആ സമരത്തിൽ അധികവും പങ്കെടുക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കത്തിൽ പഞ്ചാബിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പഞ്ചാബിലെ ഗുരുദ്വാരയാണ് കലാകാരന്മാർ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് ആവിഷ്കാരമൊരുക്കിയ ബാപ്പ ചക്രവർത്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. Kerala is choir. This choir mainly thematically we are trying to highlight the Kerala's choir products and the heritage, the best thing in India. That's what we wanted to project here. ചീന വല ഈ ഫ്ലോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് വാട്ടറിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു നിൽക്കുന്ന തെങ്ങുകൾ അവിടെ തുടങ്ങി കോക്കനട്ടിന്റെ തേങ്ങയുടെ വിവിധ ഒരു വളർച്ച അവസാനം ട്രാക്ടറിൽ കാണുന്നത് ഒരു സ്ത്രീകളുടെ ഒരു ശാക്തീകരണം കൂടിയാണ്. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മന്ത്രാലയങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട 17 നിശ്ചല ദൃശ്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. RR ക്യാമ്പിൽ ആകെ മൊത്തം ഒരു ഉത്സവാന്തരീക്ഷമാണ്. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ കാണാം. ക്യാമറമാൻ കാർത്തികിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കണ്ണും കരളും പിറന്ന നാടിനായി പകുത്തു നൽകിയവരുടെ കഥ. Salute, News 18 കേരളത്തിൽ. നമുക്ക് കർഷക സമരവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമരം ഏതാണ്ട് 2 മാസത്തോളമായി അവിടെ നടക്കുകയാണ്. ട്രാക്ടർ റാലി നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ കർഷക സംഘടനകൾ നടത്തുന്ന ട്രാക്ടർ റാലിക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 1 ലക്ഷത്തോളം ട്രാക്ടറുകളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് കർഷക സംഘടനകൾ അവകാശപ്പെട്ടു. രാജ്പഥിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡ് അവസാനിപ്പിച്ചാൽ റാലി ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് റാലിക്ക് പോലീസ് സുരക്ഷ ഒരുക്കും. കർഷക വോളണ്ടിയർമാർ പരിപാടി നിയന്ത്രിക്കും. പച്ച ജാക്കറ്റ് അണിഞ്ഞായിരിക്കും കർഷകർ റാലിയിൽ പങ്കെടുക്കുക. ദേശീയ പതാകയും കർഷക സംഘടനകളുടെ കൊടികളും ട്രാക്ടറുകളിൽ നാട്ടാൻ അനുമതിയുണ്ട്. കാർഷിക വൈവിധ്യം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ റാലിയെ വ്യത്യസ്തമാക്കും. ട്രാക്ടർ പരേഡിനൊരുങ്ങുന്ന കർഷകർക്ക് റൂട്ട് മാപ്പ് നൽകി ഡൽഹി പോലീസ്. കർഷക സമരവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണം നടത്തുന്ന പാകിസ്ഥാൻ നിയന്ത്രിത ട്വിറ്റർ വിവരങ്ങൾ ഡൽഹി പോലീസ് പുറത്തുവിട്ടു. കാർഷിക നിയമങ്ങൾക്കെതിരെ ട്രാക്ടർ പരേഡിനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഉപാധികളോടെ അനുമതി നൽകിയ ഡൽഹി പോലീസ് ട്രാക്ടർ പരേഡിന്റെ റൂട്ട് മാപ്പ് കർഷകർക്ക് നൽകി. തിക്രി, സിംഗു അതിർത്തികളിൽ നിന്ന് 60 മുതൽ 65 കിലോമീറ്റർ വരെയും ഗാസിപൂർ അതിർത്തിയിൽ നിന്ന് 46 കിലോമീറ്റർ വരെയും റാലി നടത്താനാണ് പോലീസ് അനുമതി നൽകിയിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോയാൽ റാലി തടയില്ലെന്നും പോലീസ് വ്യക്തമാക്കി. उन्हें सीधे जो बैरिकेड्स और जो सिक्योरिटी अरेंजमेंट जो हमारा लगा है वहां से उसे हटाकर उनको दिल्ली के अंदर उन मेन रोड्स पे कुछ किलोमीटर तक अंदर आएं और आने के बाद जो रिपब्लिक डे सेलिब्रेशन और रिपब्लिक डे सिक्योरिटी अरेंजमेंट का जो आर्टेरियल रोड्स जो रिक्वायरमेंट है उससे थोड़ा पहले उनको दाहिने बाएं टर्न कराकर एक रेस्पेक्टेबल स्ट्रेच. കർഷക സമരവുമായി ബന്ധപ്പെട്ട് വ്യാജപ്രചാരണം നടത്തുന്ന പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള 308 ട്വിറ്റർ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ
ഡൽഹി പോലീസ് പുറത്തുവിട്ടു. കർഷകർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരത്തുന്ന ട്വിറ്ററുകളുടെ പട്ടികയാണ് പോലീസിന്റെ കൈവശമുള്ളത്. ഇതിനിടെ രാഷ്ട്രീയ നേതാക്കളെ സമരസ്ഥലത്ത് പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവും ലൂധിയാന എംപിയുമായ രവനീത് സിംഗ് ബിട്ടുവിനെ കർഷകർ തിരികെ അയച്ചു. കാർ അടിച്ചു തകർത്ത പ്രതിഷേധക്കാർ ബലം പ്രയോഗിച്ചാണ് ബിട്ടുവിനെ മടക്കി അയച്ചത്. ട്രാക്ടർ പരേഡിന് ഇടതു പാർട്ടികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ന്യൂസ് 18 ഡൽഹി. ഡൽഹിയിലെ കർഷക മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ 1.5 ലക്ഷത്തോളം കർഷകർ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഗവർണർക്ക് കർഷകർ നിവേദനം നൽകും. ഉച്ചയ്ക്ക് ശേഷം ആസാദ് മൈതാനിയിൽ റാലിയും സംഘടിപ്പിച്ചു. NCP നേതാവ് ശരത് പവാർ, ശിവസേന നേതാവും മന്ത്രിയുമായ ആദിത്യ തക്കറെ, CPM PB അംഗം ഹനൻമുള്ള, PCC അധ്യക്ഷൻ ബാലാസാഹേബ് തൊറാട്ട് തുടങ്ങിയവർ റാലിയിൽ പങ്കെടുക്കും. 21 ജില്ലകളിൽ നിന്നുള്ള കർഷകരാണ് മുംബൈയിൽ അണിനിരക്കുന്നത്. നാസിക്കിൽ നിന്ന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 15,000-ലേറെ കർഷകർ ഇന്നലെ രാത്രി മുംബൈയിലെത്തിയിരുന്നു. കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. രാജ്യത്തെ വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ആരംഭിക്കുന്നു. ദേശീയ സമ്മതിദായക ദിനമായി ഇന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഇലക്ട്രോണിക് പരിപാടി ഉദ്ഘാടനം ചെയ്യും. നിലവിൽ വോട്ടർ ID പ്രിന്റ് രൂപത്തിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ഇലക്ട്രോണിക് കാർഡിലേക്ക് മാറുമ്പോൾ ഇതൊരു PDF ഫയലായി ലഭ്യമാകും. ഫോണിലോ കമ്പ്യൂട്ടറിലോ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ വോട്ടർമാരുടെ വിവരങ്ങൾ അടങ്ങുന്ന QR കോഡും ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ വോട്ടർമാർക്ക് അനായാസേന എപ്പോൾ വേണമെങ്കിലും കാർഡ് ഉപയോഗിക്കാൻ സാധ്യമാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത് മാറ്റുമ്പോൾ ഫോട്ടോയുടെ മാറ്റാൻ വല്ല മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ വോട്ടർ ശൈലി കണ്ട് എനിക്ക് തന്നെ പേടിയാണ്. എല്ലാവരുടെയും അങ്ങനെയാണ്. നമ്മളിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിനും ഈ വോട്ടർ സൈഡ് എടുത്ത് കൊടുക്കും. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും. ഇയാൾ തന്നെ നമ്മൾ പിന്നെ ആധാർ കാർഡ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആധാർ കാർഡും അങ്ങനെയൊക്കെ തന്നെയാണ്. ആധാർ കാർഡ് പക്ഷേ എൻ്റെ ഒത്തിരി വൃത്തിയാണ്. നമുക്ക് കാരാട്ട് റസാക്കുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലാണ്. കൊടുവള്ളിയിൽ മത്സരത്തിന് തയ്യാറെടുക്കാനുള്ള സൂചന CPM-ൽ നിന്ന് ലഭിച്ചതായി കാരാട്ട് റസാക്ക് MLA. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടം വോട്ടായി മാറും. കൊടുവള്ളിയിൽ മുനീറല്ല ആരാണെങ്കിലും ജനങ്ങൾ കൈവിടില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു ബന്ധവുമില്ലെന്നും കാരാട്ട് റസാക്ക് ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പയറ്റിത്തെളിഞ്ഞ തന്ത്രം ഇത്തവണയും തുടരുവാനാണ് CPM-ന്റെ തീരുമാനം. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് MLA കാരാട്ട് റസാക്കിനോട് മത്സരിക്കാൻ ഒരുങ്ങുവാനുള്ള നിർദ്ദേശവും CPM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ MLA കാരാട്ട് റസാക്ക് നമുക്കൊപ്പം ചേരുകയാണ്. നിലവിൽ പാർട്ടിയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ മത്സരിക്കാൻ ഒരുങ്ങിക്കൊള്ളുവാൻ? പാർട്ടി ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. മത്സരരംഗത്തേക്ക് പോകണം എന്നുള്ളൊരു സൂചന അത് സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളാണോ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അല്ല, അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. മത്സരിക്കേണ്ടി വരും, പിന്നെ താങ്കളെ തന്നെയാണ് മത്സരരംഗത്തേക്ക് പിന്നെ CPM ചർച്ച ചെയ്യുന്നുള്ള ഒരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. വളരെ വിലപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഒരു സൂചന നൽകിയിട്ടുള്ളത്. മുനീർ എത്തുന്നത് താങ്കൾക്കൊരു ഭീഷണിയാണോ? അല്ല, മുനീർ സാഹിബ് എന്നുള്ളതോ മറ്റ് സ്ഥാനാർത്ഥി എന്നുള്ളതോ ഒന്നും ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ കൈവിടാൻ തീരുമാനിച്ചാൽ അവിടെ പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് വ്യക്തിക്കും വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ കേസിൽ ചില പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ താങ്കൾ ഇടപെട്ടു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം ആരോപണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ആരോപണങ്ങൾ പ്രതികൂലമായിട്ട് ബാധിക്കില്ല. ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഒരു കേസിൽ പ്രതിയാണെങ്കിൽ മാത്രമേ ആ പറയുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുള്ളൂ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് ഒരു കളമൊരുങ്ങുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയ വികസന പ്രവർത്തനം തനിക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാരാട്ട് റസാക്ക് MLA. ക്യാമറമാൻ ശ്രീജിത്ത് C കല്ലുമുട്ടിക്കൊപ്പം സനോയ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ ഉദുമ MLA ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഇന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് മുന്നിൽ ഹാജരാകണം. കാർഷിക സർവകലാശാല അധ്യാപകൻ ഡോക്ടർ ശ്രീകുമാറിനോടാണ് ഇന്ന് ഹാജരാകാൻ കളക്ടർ D സജിത് ബാബു ആവശ്യപ്പെട്ടത്.
തെരഞ്ഞെടുപ്പിനിടെ പള്ളിക്കര പഞ്ചായത്തിലെ ബൂത്തിൽ ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതി. വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു MLAയുടെ ഭീഷണിയെന്ന് ദിവസങ്ങൾക്ക് ശേഷം ശ്രീകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. കരുത്തും കരുതലുമായി ഇവരുള്ളപ്പോൾ നമുക്കെന്തിന് ആശങ്ക? സല്യൂട്ട് ന്യൂസ് 18 കേരളത്തിൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തും. 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 29 അധ്യാപകർ 3 മണിക്കൂർ സൂചനാ പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 29 രാവിലെ 8 മുതൽ 11 വരെ കോവിഡ് മറ്റ് അടിയന്തര ചികിത്സാ ഡ്യൂട്ടി ഒഴികെ മറ്റു ഡ്യൂട്ടികളൊന്നും ചെയ്യില്ല. ഫെബ്രുവരി 9 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കും നീങ്ങുമെന്ന് KGMCTA അറിയിച്ചു. 10 നിലകളിൽ 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പഞ്ചനക്ഷത്ര സംവിധാനങ്ങളുടെ ഒരു സർക്കാർ ആശുപത്രി. സ്വപ്നങ്ങളിലല്ല, മലയോര മേഖലയായ പുനലൂരിൽ യാഥാർത്ഥ്യമാകുന്ന ആശുപത്രിയെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. സാധാരണക്കാരുടെയും തോട്ടം തൊഴിലാളികളുടെയും ആശ്രയമായ ആശുപത്രി ഉദ്ഘാടനത്തിനായി തയ്യാറായി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ അകത്തളമാണിത്. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്തരം സംവിധാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോലും ലഭിക്കാൻ സാധ്യതയില്ല. ഗുണനിലവാരത്തിൽ പകരം വെക്കാനില്ലാത്ത പൂർണ്ണതയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രോഗവുമായി എത്തുന്ന ഒരാൾ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പകുതി രോഗമുക്തനായിരിക്കണമെന്ന ആശയത്തിൽ ആശുപത്രിയുടെ അന്തരീക്ഷത്തെ പൂർണ്ണമായും പൊളിച്ചെഴുതുന്ന നിലയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മഹാത്മാഗാന്ധിജിയുടെ പൂർണ്ണരൂപമാണ് ആശുപത്രിയിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. റിസപ്ഷനിൽ ഒരുക്കിയിരിക്കുന്ന പുനലൂർ തൂക്കുപാലം, OP വിശ്രമ കേന്ദ്രത്തിലെ തെയ്യം, ശുചീകരണത്തിനായി റോബോട്ടുകൾ, പൂർണ്ണമായും ശീതീകരണ സംവിധാനം, ആശുപത്രിയിൽ തന്നെ കുട്ടികൾക്കായി പാർക്ക്, വിദേശ രാജ്യത്തെ അനുസ്മരിപ്പിക്കുന്ന പൂന്തോട്ടം, എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് അനാസ്ഥയുടെ കുത്തഴിഞ്ഞ കേന്ദ്രമായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രി. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലയിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. മാലിന്യങ്ങളും മനമടിപ്പിക്കുന്ന ദുർഗന്ധവും വെറ്റിലക്കറ പൂണ്ട വൃത്തിഹീനമായ അന്തരീക്ഷവും. ഡോക്ടർ ഷാഹിർഷ എന്ന സൂപ്രണ്ട് എത്തിയതോടെയാണ് കഥ മാറിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് ആശുപത്രി അവാർഡുകൾ വാരിക്കൂട്ടി. പുനലൂർ താലൂക്ക് ആശുപത്രി കേരള മോഡൽ താലൂക്ക് ആശുപത്രിയായി. ആധുനിക സംവിധാനങ്ങളുള്ള കെട്ടിടം കൂടിയെത്തിയതോടെ ആരോഗ്യവകുപ്പിന്റെ പൊൻതൂവൽ ആകുകയാണ് ഈ ആശുപത്രി. ഇതുപോലൊരു കെട്ടിടം കേരളത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ. 2,20,000 ചതുരശ്ര അടി ശീതീകരണ സംവിധാനത്തിൽ 10 നിലകളുള്ള കെട്ടിടം 2.5 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇൻകൊലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. 68.19 കോടി കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ 92 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പരിമിതമായ സൗകര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മാതൃകയാകുന്ന നിലയിലേക്ക് ആശുപത്രി വളർത്തിയ ജീവനക്കാർക്ക് ലഭിച്ച സമ്മാനമാണ് പുതിയ മന്ദിരം. എല്ലാ അവാർഡുകളും ലഭിച്ചിട്ടുള്ളൊരു ആശുപത്രിയാണ് ഞങ്ങളുടേത്. ക്വാളിറ്റി അഷുറൻസ് അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുകയായിരുന്നു. വേറെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായൊരു സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. 95% സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ ആശുപത്രിയിൽ ചികിത്സാ സംവിധാനങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന നിലയിലാണ് ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ആശുപത്രിയുടെ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്ന നിലയിലുള്ള ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. കൂട്ടിരിപ്പുകാരുടെ ഉല്ലാസത്തിനായി ആശുപത്രിയിൽ പാർക്ക് ഒരുക്കിയും സംഗീതം മരുന്നായി മാറുന്ന സാന്ത്വന സംഗീതം വിപ്ലവകരമായി നടപ്പിലാക്കിയ ആശുപത്രിയിൽ കലയുടെ കയ്യൊപ്പും തെളിഞ്ഞു കാണാം. ഈ ആശുപത്രിയിലെ ചിത്രങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ ടീമിനുമാണ് കിട്ടിയത്. ആ കിട്ടിയ ഒരവസരം ഞങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുകയും മനോഹരമാക്കാൻ ശ്രമിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന ഓക്സിജൻ, ശുചിമുറിയിൽ 24 മണിക്കൂറും ചൂടുവെള്ളം, 6 ലിഫ്റ്റ്, 3 ജനറേറ്റർ, മാലിന്യ സംസ്കരണത്തിനായി നൂതന സംവിധാനം, 3 വെർട്ടിക്കൽ ഗാർഡൻ, 3 ഫൗണ്ടൻ, 20 OP മുറികൾ, OPയിൽ 450 കസേര, കഫക്സ് ഏരിയ,
10 നിലകളിൽ 1000 കസേര, കൂട്ടിരിപ്പുകാർക്കും കസേരയും കിടക്കയും. ഇങ്ങനെ സ്വർഗതുല്യമായ ക്രമീകരണങ്ങൾക്ക് മികച്ച സംരക്ഷണവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവേശനവും നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ സംവിധാനം അതിവിപുലമായ സുരക്ഷാ സംവിധാനമാണ്. ഈ ആശുപത്രിയിലേക്കുള്ള പ്രവേശനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് നിയന്ത്രിക്കുന്നത്. പനി ബാധിതർക്ക് ആശുപത്രിയിലേക്ക് കടക്കാൻ കഴിയില്ല. അവർക്ക് വേറൊരു ചാനൽ വഴി കയറേണ്ടി വരും. അവർക്ക് വേണ്ടി കവാടം തുറക്കത്തില്ല. ക്ലീനിങ്ങിന് റോബോട്ടുകളുണ്ടാവും. 2 റോബോട്ടുകളാണ് അതിന് ഉപയോഗിക്കുക. കസേരകളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി 2 റോബോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ആരെയും അസൂയപ്പെടുത്തുന്ന നേട്ടം ജീവനക്കാരുടെ ഒത്തൊരുമയും സംസ്ഥാന സർക്കാരിന്റെ അകമഴിഞ്ഞ സഹായവും കൊണ്ടാണ് നേടാൻ കഴിഞ്ഞത്. കർഷകരും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ മലയോര നിവാസികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ സംവിധാനമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിലെ സാധാരണക്കാരന്റെ ഏക ആശ്രയമായ പുനലൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയരണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ ഇത് പെടും എന്ന വിശ്വാസത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളും. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. സാഹസികനായ ഒരു സൈനികൻ രൂപപ്പെടുന്ന ഇടം. മിനിറ്റിൽ 17 പ്രതിബന്ധങ്ങൾ, 1.5 കിലോമീറ്റർ ദൂരം. സല്യൂട്ട്. ന്യൂസ് 18 കേരളത്തിൽ. 14 മിനിറ്റിൽ 17 പ്രതിബന്ധങ്ങൾ മാത്രമല്ല, 2.5 കിലോമീറ്റർ ഓടാൻ 8 മിനിറ്റാണ്. 10 മിനിറ്റ് ആയാലോ? 10 മിനിറ്റ് ആയ ഫെയിലാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റിന് തൊഴുതുമാണ്. രാവിലെ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് എൻട്രി, അതും മുതോട്ട് 20 കിലോ 25 കിലോ വെയിറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഒരു അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളാണ്. ഭയങ്കര രസമാണ്. ഏതായാലും ഈ പുനലൂർ താലൂക്ക് ആശുപത്രി കണ്ടപ്പോഴാണ് ഈ കഷണ്ടിക്ക് ചികിത്സയുള്ളൊരു സർക്കാർ ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. ഞാൻ പണ്ട് നമ്മൾ ഈ ഡെൻഡോസ്കോപ്പി ചെയ്ത സമയത്ത് ഭയങ്കര ഈ അവരെ ഡയാലിസിസിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഒരേ സമയം 50 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാനുള്ള വലിയ സൗകര്യങ്ങളുള്ള വലിയൊരു ഈ അന്ന് പോയപ്പോൾ ഈ ആശുപത്രിയുടെ പണി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരു സർക്കാർ ആശുപത്രി എന്ന് ഈ ഇപ്പോൾ മനോജൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മളൊരു സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. നിലവിൽ തന്നെ ഭയങ്കര വൃത്തിയായി സൂക്ഷിക്കുന്ന, ഭയങ്കര ലാഭമൊക്കെ കാണണം, 1 ലാഭമാണ്. ഭയങ്കര രസമായിട്ട് സൂക്ഷിക്കുന്ന, ഭയങ്കര വൃത്തിയുള്ള, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാരുള്ളൊരു ആശുപത്രിയാണ്. ഏതായാലും അതൊരു പുതിയ സംവിധാനത്തിലേക്ക് മാറുകയാണ്. നമുക്ക് കൂടുതൽ രസകരമായ റിപ്പോർട്ടുകളും വാർത്തകളുമുണ്ട്. അതിലേക്കെല്ലാം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.